ഒരു കഥ മറ്റുള്ളവർക്ക് മുൻപിൽ പറഞ്ഞ് ഫലിപ്പിക്കാനത്ര കഴിവുള്ള വ്യക്തിയാണ് താനെന്ന വിശ്വാസം തനിക്കില്ലെന്ന് ലാൽ ജോസ്. പല ആർട്ടിസ്റ്റുകളും എൻ്റെ പേരിലുള്ള ഒരു വിശ്വാസം കാരണം കഥയുടെ ചെറിയ രൂപം ക്യാരക്ടറുമൊക്കെയാണ് പറയുക. പക്ഷേ ശരിക്കും നമ്മൾ കഥ പറച്ചിലുകാരനാകണമെന്നും ലാൽ ജോസ് പറയുന്നു. കഥ പറച്ചിലിലെ എൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ ആദ്യത്തെ അടി എന്ന് പറയുന്നത് മുല്ല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ്. ആ സിനിമയ്ക്ക് വേണ്ടി മീര ജാസ്മിനെയാണ് നായികയായിട്ട് വെച്ചിരുന്നത്. അങ്ങനെ മീര ജാസ്മിനെ കൽക്കട്ടയിൽ പോയി കണ്ടു. അന്ന് അവർ അവിടെ കൽക്കട്ട ന്യൂസ് എന്ന സിനിമയിൽ ദിലീപിന്റെ നായികയായിട്ട് അഭിനയിക്കുകയാണ്. ദിലീപും അവിടെയുണ്ട്. അവരോട് കഥയൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. അപ്പോഴാണ് ദിലീപ് വിളിച്ചത്. അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നത്. അവൾക്ക് ലാലു കഥ പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്ന് മീര ജാസ്മിൻ ദിലീപിനോട് പറഞ്ഞത്രേ. അതായത് അത്തരം ഭീകരമായ പണികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻറ്റ് മുഴുവൻ പോയി. അതുകൊണ്ടാണ് പുതിയ പെൺകുട്ടികളെ ഞാൻ നായികയാക്കാൻ തുടങ്ങിയത്. അവർക്ക് ക്യാരക്ടർ പറഞ്ഞു കൊടുത്താൽ മതിയാകും. കഥ മുഴുവൻ പറഞ്ഞ് കൺവിൻസിങ് ചെയ്യിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. അഭിമുഖങ്ങളിൽ ഒരു തോൽവിയാണ് ഞാനെന്നെപ്പോഴും സ്വയം കരുതും. ശരിക്കും ഒരു വാചകത്തിലോ 2 വാചകത്തിലോ മറുപടി പറയുന്ന അഭിമുഖങ്ങൾ കാണുന്നതാണ് എനിക്കിഷ്ടം. അല്ലാതെ ഒരു ചോദ്യത്തിന് വളവള എന്ന് മറുപടികൾ പറയുന്നത് അത്ര നല്ല കാര്യമല്ല. എന്നാൽ ഞാൻ അങ്ങനെയാണ്. എൻ്റെ എതിർവശത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം ബാക്കി വെക്കാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് വിശദമായി സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലാൽ ജോസിന്റെ കൊച്ചു വർത്തമാനങ്ങൾ എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയത് 2024 ജനുവരിയിലാണ്. യാതൊരു വിധത്തിലുള്ള പബ്ലിസിറ്റിയും അതിന് കൊടുത്തിരുന്നില്ല. ഞാൻ ചെയ്യുന്ന യാത്രകളൊക്കെ അതിൽ കൊടുക്കാനായിരുന്നു എൻ്റെ പദ്ധതി. ഇതൊക്കെ എവിടെയെങ്കിലും സ്റ്റോറേജ് ചെയ്തു വെക്കണമല്ലോ. സഫാരിയിലെ ചരിത്രം എന്നിലൂടെ ഇതൊക്കെ കണ്ട് തുടങ്ങിയ ആളുകൾ വിളിക്കാറുണ്ട്. അതിൽ പലരും പറയുന്നത് രാത്രിയിൽ കിടന്നുറങ്ങുന്നത് ഇതിൻ്റെ ഓഡിയോ കേട്ടാണ്. അവർ അത് വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നതെങ്കിലും ഉറക്കാനുള്ള പവറിലാണോ ഞാൻ അത് പറഞ്ഞത് എന്ന് തമാശയ്ക്ക് ആലോചിച്ചു പോകും.